ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെയിലിനുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ കുറച്ച് ആന്തൂറിയത്തിൻ്റെ കുറച്ച് തൈകൾ, അതായത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റുകളാണ്. അതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട്. അത് ഒരു 4 കളറാണുള്ളത്. വൈറ്റ്, പിങ്ക്, നല്ല റെഡ് കളറ്, ഓറഞ്ച് കളർ, ഇങ്ങനെ 4 കളറാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അതിൽ നമുക്ക് ഓറഞ്ച് കളർ മാത്രം നമുക്ക് അതിൻ്റെ കളർ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ മറ്റുള്ള കളറ് അത് ഏത് കളറാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇതാണ് ഓറഞ്ച് കളറ്. ഓറഞ്ചിൻ്റെത് നമുക്ക് നന്നായിട്ട് അത് അറിയാനായിട്ട് പറ്റും. മറ്റുള്ള പ്ലാന്റുകളിൽ അതായത് അതിൻ്റെ ഫ്ലവർ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ഏത് കളറാണെന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക. നമ്മൾ ഇതിന് ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും 40 രൂപ മാത്രമാണ്. ഇത് നമ്മുടെ നാടൻ പീസ് ലില്ലിയാണ്. വൈറ്റ് കളർ ഫ്ലവറുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇതൊരു ജിഞ്ചർ പ്ലാന്റാണ്. ഇതിലും ഒരു റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ഒരു നാടൻ പ്ലാന്റ് തന്നെയാണ്. 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സിങ്കോണിയം 10 രൂപയാണ് റേറ്റ്. ഇത് പെപ്പറോമിയ പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫ് നല്ല കട്ടിയുള്ള ഒരു ലീഫാണ്. അതിനാൽ ഈ പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപയാണ്. ഇതൊരു മഞ്ഞ ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആണ്. 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നിറയെ പൂക്കൾ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വെള്ളക്കണിക്കൊന്നയാണ്. അതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. നമ്മുടെ മഞ്ഞ കണിക്കൊന്ന അല്ല, ഇതൊരു വെള്ള കണിക്കൊന്നയാണ്. ഇതൊരു മൊനിസ്ട്ര പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുറച്ച് തൈകൾ ഇനിയും നമ്മുടെ കയ്യിൽ ഉണ്ട്. 20 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു വയലറ്റ് ജാസ്മിനാണ്. ഇതും ഒരു നാടൻ പ്ലാന്റ് തന്നെയാണ്. ഇതിലും ഒത്തിരി എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ്. 20 രൂപയാണ് റേറ്റ്. ഇതൊരു ബോർഡർ പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിരിക്കും. 10 രൂപയാണ് റേറ്റ്. ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്, അതായത് ഈ ഒരു കളറാണുള്ളത്. അത് പ്രത്യേകം പറയുകയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇനി നമ്മുടെ കയ്യിൽ ബ്ലീഡി ഹാർട്ടിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. വൈറ്റ് കളർ ബ്ലീഡി ഹാർട്ടും ഈ റെഡ് കളർ ബ്ലീഡി ഹാർട്ടിൻ്റെയും തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഈ ഒരു സിങ്കോണിയം, വൈറ്റ് കളർ സിങ്കോണിയം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു ഹാങ്ങിങ് ബിഗോണിയയാണ്, വാട്ടർമെലൺ ബിഗോണിയയാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വെറും 10 രൂപ മാത്രമാണ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഗാർലിക് വൈൻ എന്ന പ്ലാന്റ് തന്നെയാണ്. പിങ്ക് ഫ്ലവർ ഉള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ് വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. ഫ്ലവറോടുകൂടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
ഇതൊരു ലോലിപോപ്പ്, നിങ്ങൾക്കൊക്കെ അറിയാം, യെല്ലോ കളർ ഫ്ലവറുള്ള ഒരു പ്ലാന്റാണ്. നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കും, എപ്പോഴും പൂക്കൾ ഉണ്ടായി നിൽക്കും. 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോ വൈൻ തന്നെയാണ്. 10 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. 40 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഒരു ഗ്രീനും വൈറ്റും കലർന്ന ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ പ്ലാന്റ്. ഇനി അടുത്ത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ പ്ലാന്റ് ആണ്. അതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറ് നല്ല കയറി വരുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഇനി നമ്മുടെ കയ്യിൽ അരേലിയയുടെ കുറച്ച് തൈകൾ റെഡിയായിട്ടുണ്ട്. 10 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഗ്രീനും വൈറ്റും കോമ്പിനേഷനോട് കൂടിയ ലീഫാണ് ഇതിനുള്ളത്. ഇനി നമ്മൾ കാണുന്ന പ്ലാന്റ് ഇത് ഒരു വൈറ്റ് കളർ ആന്തൂറിയം പ്ലാന്റ് ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക. ഓക്കേ, താങ്ക് യു.